പ്രവാസി വ്യവസായി വി പി മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കൂടുതൽ പേർ അന്വേഷണ സംഘത്തിന്റെ പിടിയിൽ. നാടിനെ ഞെട്ടിച്ച സംഭവം നടന്ന് ഒരു മാസത്തോളമായിട്ടും ദുരൂഹതകൾ നീങ്ങാത്തത് കടുത്ത ആശങ്കകളാണ് പടർത്തുന്നത്. ഇതിനിടെ 10 പേർ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളതായും ദിവസങ്ങൾക്കകം വ്യക്തതകൾ ഉണ്ടാവുമെന്നും അന്വേഷണ ചുമതലയുള്ള ഷൊർണൂർ ഡിവൈഎസ്പി മുരളീധരൻ പറയുന്നു. പിതൃസഹോദര പുത്രനായ വി പി ഷിയാസ് അടക്കം നിരീക്ഷണത്തിലുണ്ടെന്നും ഡിവൈഎസ്പി പറഞ്ഞു. കൊട്ടേഷൻ സംഘം കസ്റ്റഡിയിൽ പാർപ്പിച്ച വീട്ടിൽ നിന്നും മുഹമ്മദ് അലി രക്ഷപ്പെട്ടത് അതിസാഹസികമായും ഏറെ പ്രയാസപ്പെട്ടാണെന്നും കോതകുരിശിയിലെ നാട്ടുകാർ പറയുന്നു. സംഭവം നടന്ന ഡിസംബർ 6-ാം തീയതി രാത്രി 11-ഓടെയാണ് കോതകുരിശി കുണ്ടടിയിലുള്ള ആൾതാമസമില്ലാത്ത വീട്ടിൽ മുഹമ്മദ് അലിയെ എത്തിച്ചത്. ഈ വീട്ടിൽ നിന്ന് പുലർച്ചെ 5 മണിയോടെയാണ് മുഹമ്മദ് അലി രക്ഷപ്പെടുന്നത്. കൊട്ടേഷൻ സംഘത്തിൽ 4 പേരുണ്ടായിരുന്നതായാണ് വിവരം. സംഘാംഗങ്ങൾ മദ്യപിച്ച് ലക്കുകെട്ട് മയങ്ങിക്കിടക്കുന്നതിനിടയിലാണ് മുഹമ്മദ് അലി ഇറങ്ങിയോടിയത്. ആദ്യം തൊട്ടടുത്ത പൂളയ്ക്കൽ നബീസയുടെ വീട്ടിൽ അഭയം തേടി. എന്നെ രക്ഷിക്കണമെന്ന് വീട്ടുകാരോട് ആവശ്യപ്പെട്ടു. വീട്ടുകാർ ലൈറ്റിട്ട് വാതിൽ തുറന്നപ്പോൾ ചോരയിൽ കുളിച്ച് സിറ്റൌട്ടിൽ നിൽക്കുന്ന മുഹമ്മദ് അലിയെയാണ് കണ്ടത്. ഇതോടെ പേടിച്ച വീട്ടുകാർ ലൈറ്റ് ഓഫ് ചെയ്ത് വാതിലടച്ചു. ഈ സമയം കൊട്ടേഷൻ സംഘം മുഹമ്മദ് അലിയെ തേടി പരക്കം പായുകയായിരുന്നു. ഇതിനിടയിൽ തൊട്ടടുത്ത കുണ്ടനടി ജുമാ മസ്ജിദിൽ നിന്ന് ബാങ്ക് കേട്ടു. മുഹമ്മദ് അലിയെ പാർപ്പിച്ച വീടും ഈ പള്ളിയും തമ്മിൽ 500 മീറ്റർ ദൂരമേയുള്ളൂ. അവശനായിരുന്ന മുഹമ്മദ് അലി പള്ളിയിലേക്ക് ഓടിക്കയറി അഭയം തേടുകയായിരുന്നു. പള്ളിയിലേക്ക് ഓടിക്കയറിയതാണ് മുഹമ്മദ് അലിക്ക് രക്ഷയായത്. ഇതിനിടയിൽ കൊട്ടേഷൻ സംഘം പള്ളിയിലുമെത്തി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് അവർ ആളുകളോട് പറഞ്ഞു. പക്ഷേ പോലീസിന്റെ കൂടെയല്ലാതെ പോവില്ലെന്ന് മുഹമ്മദ് അലി പറഞ്ഞതും രക്ഷയായി. രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന മുഹമ്മദ് അലിയാണ് കണ്ടതെന്ന് കോതകുരിശി പ്രദേശവാസിയും ചായക്കടക്കാരനുമായ കോമുള്ളുകാട്ടിൽ സൈദലവി പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നിസ്കരിച്ചു വന്ന മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരു ചങ്ങാതിയോടെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാള് രക്തത്തിൽ കുളിച്ച് വന്നിട്ടുണ്ട്, ആക്സിഡന്റോ വെള്ളം അടിച്ചിട്ടോ എന്താണെന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളൊക്കെ പാടെ ഇവിടുന്ന് പോയി നോക്കുമ്പോ ആള് ഒരു ബനിയനും ഒരു ഫാൻറ്റുമാണ്. ആ ബനിയനിലൊക്കെ ഫുള്ള് ചോരണ്ട്, മുഖത്തു കൂടെയൊക്കെ മുറികളുണ്ട്. ആള് അവിടുന്ന് ആരും മോലിയര് പറഞ്ഞു അവിടുന്ന് വിടണ്ടെന്ന് പറഞ്ഞപ്പോ മോലിയര് പറഞ്ഞു നിങ്ങളെ ഇവിടുന്ന് ആരും കൊണ്ടുപോകില്ല, ധൈര്യത്തിൽ ഇവിടെ ഇരുന്നോളിന്ന് പറഞ്ഞു മോലിയർ അവിടെ ഇരുത്തി. അതിന്റെ ശേഷമാണ് ഞങ്ങൾ ചെന്നിട്ട് ഇതേമാതിരി കണ്ടതും ഈ വിവരങ്ങൾ പറഞ്ഞതും ഇതൊക്കെ. അപ്പോഴൊക്കെയാണ് അവര് രണ്ടാളും വന്നിട്ട് ഇയാളെ കൊണ്ടുപോകാൻ നോക്കിയിരുന്നു. ചോദിച്ചു ആസ്പത്രിയിൽ പോവുക, അങ്ങനെ മുറിയും കാലൊക്കെ ഉള്ളതല്ല, ആസ്പത്രിയിൽ പോവുക, നിങ്ങൾ പോരും, വണ്ടി കാറുണ്ട് കാരണം. അപ്പൊ മൂപ്പര് പറഞ്ഞു ഇന്ന് ഒരു 3-4 പോലീസുകാരും ഈ നാട്ടുകാരും 2 ആളില്ലാതെ എന്നെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് മൂപ്പര് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ DSP എത്തിയിട്ട് DSPയുടെ ഒപ്പം മൂപ്പര് ഒറ്റക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഇവിടുന്ന് 2-3 ആളെ കൂട്ടിയിട്ടാണ് പോയത്. അത്രയും പേടിച്ചിരിക്കുന്നു മൂപ്പര്, നല്ല പേടിച്ചിരിക്കുന്നു. വീട് ഇവിടെ MLA ഫൈസലിന്റെ വീട് എന്ന് പറയും. അതായത് അവൻ ഈ ശരിക്കും ഈ നാട്ടുകാരനല്ല, ഓന്റെ ഉമ്മയുടെ ഉമ്മയാണ് ഈ നാട്ടുകാരൻ. അവൻ പട്ടാമ്പിക്കാരനാണ്. അവന്റെ ഉമ്മയും അനിയനും ഇപ്പൊ വാടകക്കായിരിക്കണം, ആ വീട്ടിലല്ല. അത് എന്നോ കുറെ മുന്നേ പോയിരുന്നു. ഇതിന്റെ മുന്നേ ഈ MLA ഫൈസൽ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ട് അങ്ങനെ അവിടുന്ന് വന്നതിന്റെ ശേഷം എൻ്റെ അമ്മയും അനിയനും ഇവിടെ വാടകയ്ക്ക് പോയിരിക്കുകയാണ്. ആ ആളെ ഞാൻ കണ്ടു, കാണാത്തൊന്നുമല്ല, കണ്ട കാര്യം തന്നെ ഇപ്പൊ ഈ പറഞ്ഞത്. സംഭവത്തിൽ നാട്ടുകാരാണെന്നത് പിന്നീടാണ് മനസ്സിലായതെന്നായിരുന്നു CITU പ്രവർത്തകനായ റഫീഖിന്റെ പ്രതികരണം. ഞാന് 6 മണിക്ക് ഇവിടെ വന്നപ്പോഴേ ഇയാള് പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയപ്പോ മറ്റേ ഇയാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അന്ന് ഒരു പാന്റും വെള്ള ഷർട്ട് ഇട്ടിക്കണ്. അങ്ങനെ ഇയാളെ മറ്റേ വീങ്ങിക്കണു. അവൻ ചുണ്ട് കീറും ചെയ്തിക്കണു കത്തിയാണ്ടേ. അപ്പൊ അയാള് ഇങ്ങനെ ചോരയില് ഫുള്ള് ചോര ഇതായിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളൊക്കെ ഇപ്പൊ എവിടുന്ന് എന്താന്ന് ചോദിച്ചപ്പോ ഇയാള് പറഞ്ഞു നിന്റെ പിന്നിൽ ആളുണ്ട്, ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്, ഇന്നെന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാനൊക്കെ ഞങ്ങൾ ഒരുങ്ങി. അപ്പൊ ആള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ട, പോലീസ് വരട്ടെ പറഞ്ഞു. ആ പോലീസുകാർ വന്നപ്പോഴും ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ പോലീസുകാരൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനെ ഈ പൈസലും ഇവരാണ് ഇന്ന ആൾക്കാരാണ്, പൈസലിന്റെ വീട്
ഇതാണെന്ന് അറിഞ്ഞത്. അതെന്നാ പിന്നീട് ഷൊർണൂർ ഡിവൈഎസ്പി എത്തി. തുടർന്ന് നാട്ടുകാരായ 5 പേരെയും കൂട്ടിയാണ് മുഹമ്മദ് അലി ആശുപത്രിയിലെത്തിയത്. പോലീസും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും രക്ഷപ്പെട്ടത് അത്ഭുതമാണെന്നും ഡ്രൈവറായ ഹാരിസ് പറയുന്നു. ഞാൻ വീട്ടിൽ കടന്നുറങ്ങായിരുന്നു. പള്ളിക്കന്ന് വിളി 5 വന്നിട്ടുണ്ട്. ചെറിയ 5 ഉണ്ട്, രണ്ടാമത്തെ 5. ഓന് വിളി വന്നിട്ട് ഞാൻ ഇവിടേക്ക് വരുന്നത് ഓട്ടോറിക്ഷ എടുത്തിട്ട്. അങ്ങനെ വന്നപ്പോ ആള് പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉസ്താദ്മാര് പുറത്തേക്ക് കൊടുന്നിരുത്തിക്കണു. കൊടുന്നിരുത്തി ചുണ്ടിന്റെ ഇവിടെ പൊളിയുണ്ട്, ഇവിടെയൊക്കെ ചവിട്ടിയിട്ട് മുഖത്ത് ചവിട്ടിയിട്ടൊക്കെ പാടുകളുണ്ട്. ഇത് ഈ റോഡിനെ ഓടി കയറി വന്നിരിക്കുന്ന ആള്. അപ്പോ അങ്ങനെ ഇവിടെ കൊടുന്നു. അങ്ങനെ ഞാൻ വന്നിട്ട് ആസ്പത്രി പോകാറുന്നു. അപ്പൊ പോരില്ല, പോലീസ് അല്ല എന്റെ വീട്ടുകാരെ വരാണ്ട് പോരില്ലായിരുന്നു. ലാസ്റ്റ് ഡിവൈഎസ്പി സാറിനെ വിളിച്ചു. മൂപ്പര് ഒറ്റക്ക് വന്നത് കുളിക്കണോർന്ന് അങ്ങനെ വന്നിരിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് മൂപ്പര് ഇവിടുന്ന് കയറ്റി. അപ്പൊ വരില്ലായിരുന്നു, ഒറ്റക്ക് വരില്ലായിരുന്നു. അങ്ങനെ എന്റെ അഞ്ചരും പിന്നെ നമ്മുടെ 2 തുണക്കാരന്മാരൊക്കെ പാടെ ഞാൻ പിന്നിൽ വേറൊരു വണ്ടിയിലും പോവുകയായിരുന്നു. അങ്ങനെ അവിടെ കൊണ്ടുപോയി ആസ്പത്രി അവിടെ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തു. പിന്നെ മറ്റുള്ള സാറന്മാരും മൂപ്പര് 5 എത്തി. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അന്വേഷണ സംഘത്തിന്റെ പിടിയിലുള്ള പ്രതികളായ അഭിജിത്ത്, ഫൈസൽ, നജീബ് എന്നീ 3 പേരും കോതകുർശി സ്വദേശികളാണ്. ആക്രമണം നടത്തിയ പുഴക്കാട്ടിരി പാലത്തിൽ നിന്ന് 45 കിലോമീറ്റർ ദൂരത്തേക്കാണ് സംഘം മുഹമ്മദ് അലിയെ എത്തിച്ചത്. സംഭവത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ, അറേബ്യൻ ചിക്കൻ മന്തി, മസാല ഷവായകൾ, ഷവർമ, വിവിധതരം ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.